ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. യേശുവേ 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 യേശുവേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറിക്കോയിൽ എത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടുപോകുമ്പോൾ തീമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രയനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരേക്ക് എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. മിശിഹായില് പ്രിയമുള്ളവരെ, തമ്പുരാന്റെ കാരുണ്യത്തിൻ്റെ നിറവ് കാൽവരിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാട്ടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അവസാനത്തെ രോഗശാന്തി അത്ഭുതമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു സാക്ഷ്യക്കുറിപ്പ്. എൻ്റെ പേര് സ്വപ്ന, ഭരണങ്ങാനത്തുനിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഫാദറിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. നാളുകളായി കിഡ്നി രോഗവും യൂറിനറി സംബന്ധമായ രോഗവും മൂലം ക്ലേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർമാർ ഡയാലിസിസിന് ഒരുങ്ങുവാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ പതിവ് ചെക്കപ്പിന് ആശുപത്രിയിൽ പോയതായിരുന്നു. അന്ന് ചൊവ്വാഴ്ച തിരിച്ചു വന്ന വഴി ഞങ്ങൾ ഇവിടെ വന്ന് ഡാഡിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ആരാധനാ സമയത്ത് യൂറിനറി ഇൻഫെക്ഷനും കിഡ്നി സംബന്ധ രോഗങ്ങളുമുള്ളവരെ സുഖപ്പെടുത്തുന്നതായി വിളിച്ചു പറഞ്ഞു. തോമസിനെ അനുഗ്രഹിക്കുന്നു എന്നും പരിശുദ്ധാത്മാവ് അന്ന് വെളിപ്പെടുത്തി. അതിൻ്റെ ഡാഡി തോമസ് തന്നെ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇത്തവണ ചെക്കപ്പിന് പോയി. ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ക്രിയാറ്റിൻ നോർമലായി തീർന്നതായി കണ്ടു. ഡാഡിക്ക് മറ്റ് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണ. ഒരു കുടുംബം രോഗപീഠയിലാണ്, ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ് എന്നറിഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ആരോ പറഞ്ഞു, എവിടെയോ കേട്ടു, ആ പോകുന്ന വഴിക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. നിന്റെ ചുവട് ഒന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുമ്പോൾ, നീ ദൈവത്തെ പറ്റി ഒന്ന് സ്മരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ കർത്താവ് മാറ്റം വരുത്തും. മർക്കോസ് സുവിശേഷത്തിലെ അവസാനത്തെ രോഗശാന്തി അത്ഭുതം ഇതാണ്. തിരുവചനം നാം വായിക്കുന്നു. ഈശോ ജെറിക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്ക്. 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. 11-ാം അധ്യായത്തിൽ ഈശോയുടെ ജെറൂസലേം പ്രവേശനമാണ്.
ഇതാ ജെറൂസലേമിലേക്ക് അവസാനത്തെ ബലിക്ക് വേണ്ടി ഈശോ കടന്നു പോകുമ്പോൾ വഴിയരികിലിരിക്കുന്നത് ബർത്തിമേയോസ്. ഇതാ ഒരു യാചകനായ മനുഷ്യനെ തിരുവചനത്തിൽ അവതരിപ്പിക്കുക. ബർത്തിമേയോസ് അന്ധയാചകൻ വഴിയിലിരിക്കുന്നു. നസ്രയനായ യേശുവാണ് കടന്നു പോകുന്നത് എന്ന് അറിഞ്ഞ് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അവൻ എവിടെയോ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദാവീദിന്റെ പുത്രൻ വരുമ്പോൾ രക്ഷ നൽകുമെന്ന്, ക്രിസ്തു വരുമ്പോൾ രക്ഷ നൽകുമെന്ന് അവൻ കേട്ടിട്ടുണ്ട്. ആരോ പറഞ്ഞു, ഇതാ നസ്രയനായ യേശുവാണ് ഈ വഴിയിലൂടെ പോകുന്നത്. കണ്ണുകൊണ്ട് കണ്ടില്ല, കൈകൊണ്ട് തൊട്ടില്ല, അവന്റെ സ്വരമൊന്ന് കേട്ടില്ല. അവൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ, അവൻ തന്നെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോ ഇതാ ബർത്തിമേയോസ് നിലവിളിക്കുകയാ, നസ്രയനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ആ പോയവര് പറയുക, നിശബ്ദനായിരിക്കാൻ അവനെ പലരും ശകാരിച്ചു. ദൈവമക്കളെ, ദൈവസന്നിധിയിലേക്ക് നീ കൈ നീട്ടുമ്പോൾ കൈ താത്തിടാൻ പറയും. നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോ പലരും പറയും, എന്തിനാണ് ഇത്ര സ്വരമെന്ന്. നീ ദൈവത്തിന് വേണ്ടി നീണ്ട ഉപവാസം എടുക്കുമ്പോ ചിലര് ചോദിക്കും, ഈ ഭക്ഷണമൊക്കെ ദൈവം തന്നതല്ലേ. നീ ജീവിതത്തിൽ ത്യാഗമെടുക്കുമ്പോ മറ്റുള്ളവർ ചോദിക്കും, നിന്റെ ദൈവം നിന്റെ വേദന കണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവമാണോ? ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് മക്കളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് സ്വരങ്ങളുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പുരോഹിതൻ കേൾക്കും, ഇത്രമാത്രമൊക്കെ ജീവിക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടതുണ്ടോ, ഇത്രയൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതുണ്ടോ? നീ ക്രിസ്തുവായി തീരുന്നത് വരെ നിന്റെ കഷ്ടപ്പാടുകൾ തുടരണം. നീ ക്രിസ്തുവിനെ പോലെ ആകുന്നത് വരെ നിന്റെ പ്രാർത്ഥനകൾ തുടരണം. നിന്റെ പരിത്യാഗ പ്രവർത്തികൾ എന്ന് നിനക്ക് തോന്നുന്നു നിനക്ക് ക്രിസ്തുവിന്റെ ഛായയാണ്, എന്ന് നിനക്ക് തോന്നുന്നു നിനക്ക് ക്രിസ്തുവിന്റെ സ്വരമാണ്, എന്ന് നിനക്ക് തോന്നുന്നു നിനക്ക് ക്രിസ്തുവിന്റെ സ്നേഹമാണ്, അത്രയും നാള് നിന്റെ പ്രാർത്ഥനകൾ തുടരേണ്ടിയിരിക്കുന്നു. നിന്റെ ത്യാഗപ്രവർത്തികൾ തുടരേണ്ടിയിരിക്കുന്നു. നിന്റെ നിലവിളികൾ തുടരേണ്ടിയിരിക്കുന്നു. അവർ പറഞ്ഞു നിശബ്ദനായിരിക്കാൻ. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. അടുത്ത വാക്യം, പാഴ്വാക്ക് എഴുതാത്ത സുവിശേഷകൻ മർക്കോസ്, ബൈബിളിൽ ഒരു വാഴ്വാക്ക് പോലുമില്ല എന്ന് നേരത്തെ നമ്മൾ ധ്യാനിച്ചല്ലോ. തിരുവചനം പറയുകയാ, യേശു പെട്ടെന്ന് നിന്നു. പിടിച്ചു നിർത്തിയതുപോലെ യേശു വഴിയിൽ നിൽക്കുകയാ. ഇതാ കാൽവരി കുരിശിനെ സ്വപ്നം കണ്ട്, ഇതാ ഗത്സമൻ തോട്ടത്തെ സ്വപ്നം കണ്ട്, ഇതാ സെഗിയോൻ മാളികയെ സ്വപ്നം കണ്ട് പൊന്നു തമ്പുരാൻ നടക്കുമ്പോൾ ബർത്തിമേയോസ് എന്ന് പേരുള്ള അന്ധയാചകന്റെ സ്വരം കേട്ട് പിടിച്ചു നിർത്തിയതുപോലെ ക്രിസ്തു നിൽക്കുന്നു. ദൈവ പൈതലേ, നിന്റെ സ്വരം കേട്ട് പിടിച്ചു നിർത്തിയതുപോലെ നിൽക്കുന്നവനാണ് ക്രിസ്തുവെന്ന് ഈ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുക. നിന്റെ നിലവിളിയുടെ മുമ്പില് ചലനമറ്റവനായി നിൽക്കുന്നവനാണ് നിന്റെ ക്രിസ്തുവെന്ന്. നിന്റെ നിലവിളിക്ക് വേണ്ടി കാതോക്കുന്നവനാണ് നിന്റെ ക്രിസ്തുവെന്ന്. നീ നിലവിളിച്ച നിന്റെ ദൈവം കേൾക്കുമെന്ന്. അനേകം മക്കള് രോഗക്കിടക്കയില് പ്രാർത്ഥിച്ചിരിക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ നിന്ന് യാത്ര പറഞ്ഞ ഏതാണ്ട് 45 വയസ്സുള്ളൊരു സിസ്റ്റർ, ജീവിതകാലം മുഴുവൻ അവൾക്ക് പ്രാർത്ഥനയാണ്. അവസാന ദിവസം കാണാനായിട്ട് ഞാനും പോയി. അന്നും അബോധാവസ്ഥയിലാണെങ്കിലും കയ്യിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ജപമാല. ഈ മകൾ എനിക്കറിയാം, ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ കടന്നു പോവുക. നാളുകളായിട്ട് ക്യാൻസർ രോഗമുണ്ടായിരുന്ന സിസ്റ്ററാണിത്. സിസ്റ്റർ ഒരുപാട് പ്രാർത്ഥിച്ചു. രോഗത്തെപ്പറ്റി സിസ്റ്റർ എന്നോട് പറഞ്ഞത്, ഇതെൻ്റെ നാഥൻ്റെ, എൻ്റെ മണവാളൻ്റെ സ്നേഹമാണ്. എൻ്റെ മണവാളൻ എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക, എൻ്റെ മണവാളൻ എന്നെ കൈക്ക് പിടിച്ച് നടത്തുക. ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് ഈ സിസ്റ്റർ പ്രാർത്ഥനയായിട്ട് മാറി. സിസ്റ്ററിനറിയാമായിരുന്നു സിസ്റ്ററിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നെന്ന്. ജീവിതത്തിൻ്റെ ഒരു ദുരന്തത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, ഈ യാചകനെ പോലെ വഴിയരികിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഇതാ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, നീ അറിയൂ പൈതല്, നിന്റെ ദൈവത്തെ നീ വിളിച്ച,
നിന്റെ ദൈവത്തെ നീ വിളിച്ച നിന്റെ ദൈവം നിന്റെ നിലവിളി കേൾക്കും. ഇതാ തിരുവചനം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. കൂടുതൽ ഉച്ചത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. വചനം വായിക്കുന്നു, അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ്, അവനിനി സംരക്ഷണം വേണ്ട, ക്രിസ്തു എന്നെ വിളിച്ചതാ, ഇനി പുതച്ചു മൂടി ഞാൻ ഇരിക്കാനുള്ളതല്ല, ഇനി പുറങ്കുപ്പായമല്ല എന്റെ സംരക്ഷണം. എന്റെ സംരക്ഷണം പൊന്നു കർത്താവ്. യോഗക്കിടക്കയിൽ കിടക്കുന്ന പൈതലെ, നീ പുതച്ച പുതപ്പല്ല, ദൈവത്തിന്റെ കാരുണ്യം നിന്റെ പുതപ്പായിട്ടുമാകട്ടെ. പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് അവനൊരു പുതിയ രക്ഷിതാവിനെ കിട്ടുക, അവനൊരു പുതിയ രക്ഷ കിട്ടുക. ക്രിസ്തു അവന്റെ രക്ഷയാവുന്നു. അവൻ കുതിച്ചു ചാടുകയാ. യേശുവിന്റെ അടുക്കലേക്കുള്ള യാത്ര, യേശുവിന്റെ അടുക്കലേക്കുള്ള യാത്ര അതൊരു കുതിച്ചു ചാട്ടമാണെന്ന് ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്ക് കുതിക്കാൻ പറ്റിയ മാത്രമേ നിന്റെ ദൈവത്തിന്റെ അടുക്കൽ നിനക്കെത്താനാവൂ. നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിന്റെ ദൈവത്തെ തൊടാൻ, നിന്റെ ദൈവത്തെ, അതൊരു കുതി ലീപ്പിംഗ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. തമ്പുരാന്റെ കൈയിലേക്ക് ഒരു കുതിപ്പ്. കൊച്ചു കുഞ്ഞ് അമ്മയെ കാണുമ്പോൾ ആരുടെ കയ്യിലിരുന്നാലും അമ്മയുടെ പക്കലേക്ക് കുതിക്കുന്നത് പോലെ ആ കുഞ്ഞ് കുതിച്ചാൽ ആ കുഞ്ഞ് നിലത്ത് പോവില്ല. അമ്മയുടെ കൈക്ക് ആ ദൃഢതയുണ്ട്. അമ്മയുടെ കൈക്ക് ആ കുഞ്ഞിനെ താങ്ങാൻ പറ്റും. ഇതാ അവൻ കുതിച്ചു ചാടി. ജീവിതത്തിന് മുഴുവൻ ഒരു കുതിച്ചു ചാട്ടമാണ്. ബർത്തിമേയൂസിന്റെ ജീവിതത്തിൽ കർത്താവിത സൗഖ്യം, അവന്റെ ജീവിതത്തിന് മുഴുവൻ കുതിച്ചു ചാട്ടമാണ്. തിരുവചനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇത്രയും കാലം കൈനീട്ടി യാചിച്ചു കൊണ്ടിരുന്ന അന്ധയാചകനായ ബർത്തിമേയൂസിന്റെ മുമ്പിൽ ദൈവ കൈനീട്ടിയിട്ട് ചോദിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? ദൈവ പൈതലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, തമ്പുരാന്റെ സന്നിധിയിലിരിക്കുമ്പോൾ, തമ്പുരാൻ ഒരിക്കലും നീ കേട്ടിട്ടില്ലാത്തൊരു ചോദ്യം ചോദിക്കുകയാ. ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം നിന്റെ ദൈവം ചോദിക്കുക. നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ബർത്തിമേയൂസ് പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. അടുത്തു നിൽക്കുന്നവനെ കാണാനല്ല, അവന്റെ പ്രിയപ്പെട്ടവരെ കാണാനല്ല, അവന്റെ കാഴ്ച ദൈവത്തെ കാണാനാ. തുടർന്നുള്ള വചനം പറയുന്നു, ബർത്തിമേയൂസ് അവനെ അനുഗമിച്ചു. എനിക്ക് തീർച്ചയുണ്ട്, മക്കോസ് വിട്ടുകളഞ്ഞതാണ്. അന്ന് കുരിശെടുത്ത് നടന്നപ്പോൾ ഈ ബർത്തിമേയൂസ് നിലവിളിച്ചുകൊണ്ട് ആ കുരിശിന്റെ പിന്നാലെ ആ ശൂന്യമായ ശവകുടീരത്തിനടുക്കൽ കൈകൂപ്പി ബർത്തിമേയൂസ് ഉണ്ടായിരുന്നിരിക്കണം. അതിനുശേഷം 50-ാം ദിവസം പെന്തക്കോസ്ത ഉണ്ടായപ്പോൾ ആ ബർത്തിമേയൂസ് അവിടെ ഉണ്ടായിരുന്നിരിക്കണം. കർത്താവ് എഴുന്നേൽപ്പിച്ചവൻ, കർത്താവ് ഉയർപ്പിച്ചവൻ. നിന്റെ രോഗശാന്തികള് നിന്റെ ദൈവാനുഭവങ്ങളാവണം. നിന്റെ സൗഖ്യങ്ങള് നിന്റെ ദൈവിക പ്രഘോഷണങ്ങളാവണം. പൊന്നു പൈതലേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിന്റെ തമ്പുരാൻ ചോദിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലെ
നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. തമ്പുരാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നു. കുരിശിലേക്കുള്ള തിടുക്കം വിട്ട് പൊന്നു തമ്പുരാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഗത്സമനിലേക്കുള്ള തിടുക്കം വിട്ട് പൊന്നു തമ്പുരാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. സെഹിയോനിലേക്കുള്ള തിടുക്കം വിട്ട് നിന്റെ ദൈവം ഇതാ വഴിയരികിൽ നിൽക്കുക. ഇനി നീ വഴിയരികിൽ ഇരിക്കാനുള്ളവനല്ല, ഇനി നീ ക്രിസ്തുവിനോടൊപ്പം നടക്കാനുള്ളവനാ. ഇതാ തമ്പുരാൻ കർത്താവ് ഓ ദൈവ പൈതല് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുകയാ. ആ അന്ധയാചകനായ ബർത്തിമേയൂസിനെ പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ദാവീദിന്റെ പുത്ര എന്റെ മേൽ കനിയണമേ. ജീവദായകനേ ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ എൻ ജീവദായകനേ ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതം വിട്ടുകൊടുത്തു. തമ്പുരാന്റെ കരുണയുടെ മഹാസാഗരത്തില് കരുണയുടെ വേലിയേറ്റത്തിന്റെ നിമിഷമായത്. കരുണയുടെ തിരകള് ഇതാ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്ന തമ്പുരാന്റെ കരുണയുടെ വേലിയേറ്റത്തിന്റെ നിമിഷങ്ങള്. കർത്താവിന്റെ കരുണക്കടലിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ മന്ദമാരുതൻ വീശുന്ന നിമിഷങ്ങള്. ഇതാ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ കടല് നിന്റെ ജീവിതത്തിലേക്ക് പരക്കുകയാ. ദൈവ പൈതല് ജീവിതം മുഴുവൻ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച് ഇതാ ജന്മനാന്തനായ ബർത്തിമേയോസ് അപ്പൻ ഉപേക്ഷിച്ച, അമ്മ ഉപേക്ഷിച്ച, വീട് ഉപേക്ഷിച്ച, തെരുവിൽ കഴിയേണ്ട, ദൈവശാപം കിട്ടിയ, ദൈവകോപം കിട്ടിയ, എല്ലാവരും പുച്ഛിക്കുന്ന, യാചിക്കുന്ന, വിലയില്ലാത്ത, അന്തസ്സില്ലാത്ത മനുഷ്യൻ ബർത്തിമേയോസ് തമ്പുരാന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം കൊടുക്ക പൈതല്. നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരട്ടെ. നിന്റെ വീടിന്റെ മുമ്പിൽ അവിടുന്ന് നിൽക്കട്ടെ. നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിന്റെ ദൈവം നിൽക്കട്ടെ. നിന്റെ വേദനകളുടെ മുമ്പിൽ, നിന്റെ സങ്കടങ്ങളുടെ മുമ്പിൽ, നിന്റെ കഷ്ടപ്പാടിന്റെ മുമ്പിൽ, നിന്റെ തകർച്ചയുടെ മുമ്പിൽ യേശുവേ, യേശുവേ, യേശുവേ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത മക്കള്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയവരില്ല, കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയുന്നവരില്ല, തകർന്ന കുടുംബ ബന്ധങ്ങളിലായിരിക്കുന്നവരില്ല, കുടുംബവുമായിട്ട് കലഹിച്ചു കഴിയുന്നവരില്ല. അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ദൈവം ഉപേക്ഷിച്ച, മനുഷ്യൻ ഉപേക്ഷിച്ചവര് അവരൊക്കെ ഒന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. എനിക്ക് ആരുമില്ല, എനിക്ക് ദൈവം പോലുമില്ല എന്ന് പറയുന്നവര്, തെരുവിൽ കഴിയുന്നവര്, ജയിലുകളിൽ കഴിയുന്നവര്, ആശുപത്രികളിൽ കഴിയുന്നവര്, യേശുവേ, യേശുവേ, യേശുവേ. അനേക യുവതി യുവാക്കന്മാര് പരിശുദ്ധാത്മാവ് ഇപ്പോൾ കാണിച്ചു തരികയാ. അനേക യുവതി യുവാക്കള് പരിശുദ്ധാത്മാവ് ഇപ്പോൾ കാണിച്ചു തരികയാ. ഒരുപാട് വേദനിക്കുന്നവര്, ഒരുപാട് ദുഃഖിക്കുന്നവര്, ഒറ്റയ്ക്കിരുന്ന് കരയുന്നവര്, ആരും സഹായത്തിനില്ലാത്തവര്, ആരോടും ദുഃഖം പറയാത്തവര്, യേശുവേ, യേശുവേ, യേശുവേ. അനേക കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇതാ മാതാപിതാക്കള് പ്രാർത്ഥിക്കുക. ബർത്തിമേയൂസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്.
തീമേയൂസ് ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മക്കോസിന് പേരറിയാവുന്നത്. ഇതാ തീമേയൂസ് ഒരുപാട് നാൾ യേശുവിന് പിന്നാലെ നടന്നിട്ടുണ്ട്. അവൻ കാൽവരിയിലേക്ക് പോവുക, അവൻ കാൽവരിയിലേക്ക് പോവുക. ആ വഴി കൊണ്ടുപോയി മോനെ ഇരുത്ത്. ദൈവ പൈതല്, നിന്റെ കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയല്ല, നിന്റെ മക്കളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുക, നിന്റെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു അഭിഷേകം, നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹം, നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു വിടുതൽ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ദിവ്യകാരുണ്യനാഥനിലേക്ക് കണ്ണുകൾ ഉയരുകയാണ്, കരങ്ങൾ തമ്പുരാന്റെ പക്കലേക്ക് ഉയരുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാ പൈതലെ. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മെസ്സിയാനിക് മൊമെന്റ്, മിശിഹായുടെ സമയമായത്. ഇത് രക്ഷയുടെ സമയമാ, ഇത് കൃപയുടെ സമയമാ, ഇത് സൗഖ്യത്തിൻ്റെ സമയമാ. നിന്റെ ദൈവം നിനക്ക് വേണ്ടി നിൽക്കുന്ന, നിന്റെ ദൈവം നിന്റെ നിലവിളിയുടെ സ്വരത്തിന് കാതോർക്കുന്ന, നിന്റെ ദൈവം നിന്റെ വേദനയെ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. തമ്പുരാന്റെ പക്കലേക്ക് ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിക്ക്. ഇതാ തമ്പുരാന്റെ കരുണയൊഴുകുകയാ. ഇതാ മിശിഹായുടെ പ്രവർത്തനമാണ്. അന്ധന് കാഴ്ച, ചെകിടന് കേൾവി, മുടന്തൻ എഴുന്നേറ്റ് നടക്കുന്നു. ഇതാ പിശാചി ബാധിതന് സൗഖ്യം ലഭിക്കുന്നു. ഇതാ വലിയ ബന്ധനങ്ങൾ അഴിയുന്നു. യേശുവേ, യേശുവേ. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷേക കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, ജനിച്ച നാള് മുതലുള്ള രോഗങ്ങൾ, ഒരിക്കലും സുഖപ്പെടാത്ത രോഗങ്ങൾ, മരണം വരെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന രോഗപീഠകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ക്യാൻസർ രോഗപീഠകൾ, മാനസിക രോഗപീഠകൾ, ബ്രെയിൻ സംബന്ധ രോഗങ്ങൾ, നെർവ് സംബന്ധ രോഗങ്ങൾ, സ്ട്രോക്ക് വന്നിട്ടുള്ള അവസ്ഥകൾ, ബ്രെയിൻ ഹെമറേജുകളുള്ള അവസ്ഥകൾ, കാഴ്ച സംബന്ധമായ രോഗങ്ങൾ, കണ്ണിന് സർജറികൾ വേണ്ട അവസ്ഥകൾ, കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥകൾ, ഒരിക്കലും കാഴ്ചയില്ലാതിരുന്ന അവസ്ഥകൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ കാഴ്ച സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആസ്മാറ്റിക് രോഗപീഠകൾ, ഇൻഹേലർ ഉപയോഗിക്കുന്ന അവസ്ഥകൾ, വിട്ടുമാറാത്ത ചുമ, തുമ്മല്, അലർജി രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സർജറികൾ, ആൻജിയോപ്ലാസ്റ്റികൾ വേണ്ട അവസ്ഥകൾ, കൂടെ കൂടെ ചെസ്റ്റ് പെയിൻ വരുന്ന അവസ്ഥകൾ, ലിവറിന്റെ അസുഖങ്ങൾ, മഞ്ഞപ്പിത്ത രോഗപീഠകൾ, ലങ് സംബന്ധമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, ത്വക്ക് രോഗപീഠകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മകള്, സ്തുതിച്ച് പ്രാർത്ഥിച്ച് രോഗപീഠകളുള്ളവര്, രോഗപീഠകൾ ശരീരഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോ രോഗപീഠയുള്ള പ്രിയപ്പെട്ടവർ അടുത്തപ്പെടെങ്കിൽ തൊട്ട് പ്രാർത്ഥിച്ച ഈ സമയത്ത് രോഗപീഠയുള്ളവര് ആശുപത്രികളിൽ ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ മുഖങ്ങൾ കണ്ടെന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ, യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ, പുരുഷ സംബന്ധമായ രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, കാഴ്ചയില്ല, കേൾവിയില്ല, സംസാര ശക്തിയില്ല, എഴുന്നേറ്റ് നടന്നിട്ടില്ല, കുഞ്ഞുമക്കളെ ഈശോയുടെ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് വന്ന തളർച്ചകൾ, പെട്ടെന്ന് വന്ന ക്ഷീണങ്ങൾ, പെട്ടെന്ന് വന്ന മാനസിക രോഗങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. മാറാരോഗങ്ങൾ, മാരക രോഗങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. സാമ്പത്തിക മേഖലയിൽ വലിയ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവ, വലിയ ശാപങ്ങളായിരിക്കുന്നവ, വലിയ കെട്ടുകളിലായിരിക്കുന്നവ, കടക്കണികളിലായിരിക്കുന്നവ, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, ഒരു സ്വസ്ഥതയില്ലാത്തവ, നിരാശയ്ക്ക് അടിപ്പെട്ട് കഴിയുന്നവ, കടുത്ത ദുഃഖം, ഭയം, ആത്മഹത്യാ പ്രവണതകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവ, പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവ, കണ്ണീര് കൈയുമായി കഴിയുന്നവ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മകളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിച്ച്
കാലുകൾ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കൾക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുക്കുകയാണ്. കാലുകൾക്ക് ബലക്കുറവുള്ള ഏതാനും പേർക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടുന്നു. പ്രത്യേകിച്ച് വലത് കാലിന് തളർച്ച അനുഭവപ്പെടുന്ന മക്കള്, വലത് കാല് വലിച്ചു നടക്കുന്നവർ ഇതാ ബലപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഏതാണ്ട് 12ഓളം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞു മക്കളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. രോഗപീഠകളുള്ള കൊച്ചു കുഞ്ഞുങ്ങള്, ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കള്, ഏതാനും കുഞ്ഞുങ്ങള് 30 എന്ന സംഖ്യ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. 30-ലധികം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഉദര സംബന്ധമായിട്ട് രോഗപീഠകള്, ഉദര സംബന്ധമായ സർജറികൾക്ക് വിധേയരാകേണ്ട മക്കള്, ഏതാനും പേര് ഏതാണ്ട് 40-ലധികം പേർക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗപീഠകളുള്ള മക്കള്, ക്യാൻസർ റിമിഷനായിട്ട് വീണ്ടും വന്നോ എന്ന് സംശയിക്കുന്ന മക്കള്, ഈശോ കർത്താവ് 26 പേർക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 40ഓളം കുടുംബങ്ങളിലേക്ക് മക്കളെ ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരുണയൊഴുകുന്നു, ദൈവത്തിന്റെ സൗഖ്യം ഒഴുകുന്നു, ദൈവത്തിന്റെ വിടുതൽ ഒഴുകുന്നു. യേശുവേ, യേശുവേ, യേശുവേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ നീര് കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണുന, ഏറ്റം മഹത്താമി ഉദാശയേ നവ്യമീയവത്തി കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം ഇന്നുമെന്നും. പാവനാവീരം ഔവീരം നിസ്തൂലൻ സ്തോത്രമുണ്ടാകണം നിത്യകാലം. കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമായി.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.